ഗോതമ്പ് പൊടിയും മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നല്ല ടേസ്റ്റിയാണ്. വൈകിട്ട് നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കാം. നമ്മുടെ ഈ സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസ്റ്റ് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഡ്രൈഡ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ഡ്രൈഡ് ഈസ്റ്റ് അത് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഇളം ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. 1/4 കപ്പ് ഇളം ചൂടിൻ്റെ വെള്ളം. എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ഈസ്റ്റൊക്കെ ഒന്ന് ആക്ടിവേറ്റ് ആയിട്ട് വന്നോളും. ഇനി ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാകാൻ വെച്ച ഈസ്റ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഈസ്റ്റൊക്കെ നന്നായിട്ട് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആദ്യം ഒരു സ്പൂണ് വെച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ ഈസ്റ്റ് ഈ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കൊന്ന് എത്തുന്ന രീതിയിൽ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അതിനുശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നല്ല പോലെ കുഴച്ചിട്ട് എടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ലേ, അതേപോലെയാണ് കുഴക്കേണ്ടത്. പക്ഷെ നമ്മളിത് കുഴക്കുമ്പോൾ നമ്മൾ പച്ചവെള്ളം കൊണ്ടല്ല കുഴക്കേണ്ടത്, ഒരു ഇളം ചൂടുള്ള വെള്ളം കൊണ്ട് തന്നെ ഇത് കുഴച്ചെടുത്താൽ മതിയാവും കേട്ടോ. എന്നാലേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ചപ്പാത്തി മാവിനേക്കാളും ഒന്നുകൂടെ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിക്കോട്ടെ. നല്ല സോഫ്റ്റ് ആയിട്ട് വേണം നമുക്ക് ഈ മാവ് കിട്ടാൻ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ കുഴച്ചിട്ട് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാനിതിനെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ. ഇനി നമുക്ക് ഇതിനെ ഒരു 1 മണിക്കൂർ നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളിത് വെക്കുന്ന ഈ പാത്രത്തിൽ താഴെ നമുക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കണം. താഴെയും അതേപോലെ തന്നെ നമ്മൾ ഈ മാവ് കുഴച്ചില്ലേ, ഇത് ഈ പാത്രത്തിൽ വെച്ച ശേഷം അതിൻ്റെ മുകളിലും നമ്മൾ ഓയിൽ തടവിയിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഈ മാവ് പെട്ടെന്ന് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാനാട്ടോ ഇതുപോലെ ചെയ്യുന്നത്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് കവർ ചെയ്യണം. ഈ പാത്രത്തിന് ഒന്നുകിൽ നമുക്കൊരു നനഞ്ഞ തുണി വെച്ചിട്ട് കവർ ചെയ്യാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇതുപോലൊരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്യാം കേട്ടോ. ഒന്നുകിൽ ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ചിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണി ഇട്ട് കൊടുത്താലും മതിയാവും. എന്നിട്ട് നമുക്ക് ഇതിനെ 1 മണിക്കൂർ നേരത്തേക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ മാവ് ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ട് കുറച്ചൊന്ന് പൊങ്ങിയിട്ട് വരും. നമ്മൾ ഈസ്റ്റ് ചേർത്തുകൊണ്ട് തന്നെ മാവ് പൊങ്ങിയിട്ട് വരും. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ പച്ചമുളക് എരിവ് കുറഞ്ഞ മുളകാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 2 എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ നല്ല എരിവുള്ള മുളകാണെങ്കിൽ 1 മുളക് തന്നെ എടുത്താൽ മതിയാവും. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 സവാളയാണ് കേട്ടോ. 3 സവാളേനെ ചെറുതായിട്ട് കട്ട് ചെയ്താണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ സവാളേനെ നല്ല പോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. നന്നായിട്ട് തന്നെ വഴഞ്ഞിട്ട് വരണം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വഴഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂണിലും കുറച്ച് കുറവ് കുരുമുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ അതിനുശേഷം ഞാൻ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്, അതും 1/2 ടീസ്പൂണാണ്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ചേർക്കുന്ന മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയുടെയൊക്കെ എരിവ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ബാലൻസ് ചെയ്യാം കേട്ടോ. കാരണം നമ്മളിതിൽ പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് എരിവ് നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് നല്ലോണം മാറുന്ന വരെ വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ചെറിയ ഒരു തക്കാളിയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്.
വലിയ തക്കാളിയാണെങ്കിൽ പകുതിയൊക്കെ ചേർത്താൽ മതിയാവും. ഇനിയിപ്പോൾ തക്കാളിയുടെ ടേസ്റ്റ് വലിയ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വളരെ കുറച്ച് തക്കാളി ചേർത്താൽ മതി. എനിക്ക് അത്യാവശ്യം ഇഷ്ടമാണ് തക്കാളിയുടെ ടേസ്റ്റ്, അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഒരു തക്കാളി ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഈ തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വെന്ത് വന്ന ശേഷം നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 4 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ള മുട്ടയെല്ലാം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തു. ഇനി നമ്മളിത് ഇളക്കുമ്പോൾ നമ്മൾ ചട്ടകം കൊണ്ട് ഇളക്കണ്ട, ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് പതുക്കെ ഇളക്കിയാൽ മതിയാവും കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഒരു സ്പൂൺ വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം നമ്മൾ സ്പീഡിൽ ഇളക്കിയാൽ ഈ മുട്ടയൊക്കെ ആകെ ഉടഞ്ഞ് പോകും. അപ്പോൾ മുട്ട ഉടയാതെ വേണം നമുക്കിത് കിട്ടാൻ. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിലൊരു സ്പൂൺ വെച്ചിട്ട് പതുക്കെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടോ. ഇപ്പോൾ 1 മണിക്കൂറെല്ലാം കഴിഞ്ഞു. നമ്മുടെ മാവൊക്കെ കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്യാണ്. പിന്നെ കുറച്ച് തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങി വന്നോളണമെന്നില്ല, കുറച്ചുകൂടെ സമയം വേണ്ടി വരും. അപ്പോൾ കുറച്ചൊന്ന് പൊങ്ങി വന്നതിന് ശേഷം ഓപ്പൺ ചെയ്താൽ മതി കേട്ടോ. എത്രയും സമയം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുത്തിട്ട് എന്നിട്ട് നമുക്ക് ഈ മാവിനെ ഒന്നുകൂടി ഒന്ന് പതുക്കെ കുഴച്ചിട്ട് എടുക്കാം. വല്ലാണ്ട് അങ്ങ് പ്രസ് ചെയ്ത് കുഴക്കേണ്ട, പതുക്കെ ജസ്റ്റ് ഒന്ന് കുഴച്ചിട്ട് എടുത്താൽ മതി. ഇനി നമുക്ക് ഇതിനെ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് എടുക്കാം. ചപ്പാത്തിക്കൊക്കെ നമ്മൾ ബോളുകളാക്കില്ലേ, അതേപോലെ. എന്നിട്ട് നമുക്ക് ഇതിനി നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ പലകയിൽ വെച്ച് പരത്തൊന്നും വേണ്ട, നമ്മുടെ കയ്യിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് പരത്തിയിട്ട് എടുക്കാൻ പറ്റും. കാരണം നമ്മുടെ ഈ മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഈസി ആയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് പരത്തിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ കട്ടി കുറച്ച് നല്ല രീതിയിലൊന്ന് പരത്തിയിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചില്ലേ മസാല, അതിൽ നിന്ന് ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ടീസ്പൂണോളൊക്കെ വെക്കുന്നുണ്ട്. എത്രയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം. വല്ലാണ്ട് കുറച്ച് വെക്കണ്ട, കുറച്ച് അധികം മസാല തന്നെ വെക്കുക കേട്ടോ. ബോൾ കുറച്ച് വലുപ്പം ഉണ്ടായാലും മസാല കൂടുതലുണ്ടാകുമ്പോഴായിരിക്കും ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് നമുക്കിതിൻ്റെ എല്ലാ ഭാഗവും ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇതിനെ നല്ലൊരു ബോൾ ഷേപ്പിലാക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ മുമ്പൊരു ആലു പറാത്തയുടെ റെസിപ്പി ഷെയർ ചെയ്തിരുന്നല്ലോ, അതിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതുപോലെ നല്ല ഷേപ്പിൽ എങ്ങനെയാണ് ബോളാക്കാന്ന് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ പതുക്കെ നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് നല്ലൊരു ബോൾ ഷേപ്പിലാക്കിയിട്ട് എടുക്കണം. പിന്നെ നമ്മൾ ഈ മാവ് പരത്തിയിട്ട് എടുക്കുമ്പോൾ ഒരുപാട് കട്ടിയിൽ പരത്തരുത് കേട്ടോ, ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ. കാരണം കുറച്ചിട്ട് പരത്തിയാൽ മതി. ഇപ്പോൾ നമ്മൾ ഈ ബോൾ റെഡിയായി. ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് പ്ലേറ്റിൻ്റെ താഴെ കുറച്ച് എണ്ണ തടവണം. അതിനുശേഷം ഇത് വെച്ചിട്ട് മുകളിലൂടെ ഒരു റാപ്പ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണി വിരിച്ചു കൊടുത്താലും മതിയാവും. ഇപ്പോൾ ഞാൻ എല്ലാത്തിനെയും ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇതിനെ ഇട്ട് കൊടുക്കണം. തീ ഒരുപാട് കൂട്ടി വെക്കരുത് കേട്ടോ, നല്ല തീ കുറച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. അല്ലെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്നങ്ങ് കളറ് മാറും. എന്നാൽ ഗോതമ്പ് പൊടിയല്ല, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെന്തിട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമ്മളിതിനെ ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. ഇടയ്ക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിലായിട്ടുണ്ട്. അപ്പോൾ ഞാനതിനെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല സിമ്പിളാണിത് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ വൈകിട്ട് ചായൻ്റെ കൂടെയൊക്കെ ഒരു ടൊമാറ്റോ സോസിലേക്ക് ഇത് മുക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ ഉള്ളിലെ മസാലയും നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈസ്റ്റ് ചേർത്തിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.